തെരഞ്ഞെടുപ്പിൻ്റെ ചൂടണങ്ങിയിട്ടും കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ അപ്രതീക്ഷിതമായ കൊടുങ്കാറ്റുകളാണ് ഇപ്പോൾ വീശിയടിക്കുന്നത്. വോട്ടെണ്ണൽ കഴിഞ്ഞാൽ എല്ലാം ശാന്തമാകുമെന്ന് കരുതിയവർക്ക് തെറ്റി. യഥാർത്ഥ രാഷ്ട്രീയ നാടകം കോൺഗ്രസിനുള്ളിൽ തുടങ്ങുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൻ്റെ അടുത്ത മുഖ്യമന്ത്രി ആരാകും? ഈ ഒറ്റ ചോദ്യത്തിന് ചുറ്റുമാണ് ഇപ്പോൾ കേരള രാഷ്ട്രീയം കറങ്ങുന്നത്. പല പ്രമുഖ നേതാക്കളും മുഖ്യമന്ത്രി കസേര സ്വപ്നം കണ്ട് ചരടുവലികൾ തുടങ്ങിയിരിക്കുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട പേര് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റേത് തന്നെയായിരുന്നു. കഴിഞ്ഞ കുറേ നാളുകളായി സർക്കാരിനെതിരെ പടപൊരുതിയ, പാർട്ടിയെ മുന്നിൽ നിന്ന് നയിച്ച താൻ തന്നെയാകും സ്വാഭാവികമായും അടുത്ത മുഖ്യമന്ത്രി എന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചിരുന്നു. എന്നാൽ രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ, ഇന്നത്തെ കണക്കുകളല്ല നാളത്തെ തീരുമാനങ്ങളെന്ന് തെളിയിക്കുന്ന സംഭവ വികാസങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കാര്യങ്ങൾ തലകീഴായി മറിയുകയാണ്. ഏറ്റവും പുതിയതും അത്യന്തം നാടകീയവുമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എക്കാലത്തെയും വലിയൊരു രാഷ്ട്രീയ വടംവലിയിൽ വി.ഡി. സതീശന് പൂർണ്ണമായും അടിതെറ്റി എന്നാണ്. അതെ, മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള ഓട്ടത്തിൽ നിന്നും അദ്ദേഹം പിന്മാറുകയാണ്. ഈ തെരഞ്ഞെടുപ്പോടെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ തലവര മാറ്റി എഴുതിയത് കെ.സി. വേണുഗോപാലാണ് എന്ന് പാർട്ടിക്കുള്ളിലെ അദ്ദേഹത്തിൻ്റെ എതിരാളികൾ പോലും ഇപ്പോൾ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ കോൺഗ്രസ് തന്ത്രങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഈ തന്ത്രജ്ഞൻ ഇത്തവണ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ തൻ്റെ കഴിവ് പൂർണ്ണമായും തെളിയിച്ചു കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഇപ്പോൾ കെ.സി. വേണുഗോപാലിൻ്റെ അക്കൗണ്ടിലാണ് എന്നുള്ളത് സതീശൻ്റെ ആരാധകർ സമ്മതിച്ചില്ലെങ്കിലും മറ്റു കോൺഗ്രസ്സുകാർ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകണം, ആര് മന്ത്രിയാകണം എന്ന് തീരുമാനിക്കുന്നതിൽ അവസാന വാക്ക് അദ്ദേഹത്തിൻ്റേത് മാത്രമായിരിക്കും. വേണുഗോപാലിൻ്റെ വാക്കുകൾക്കാണ് ഇപ്പോൾ ഹൈക്കമാൻഡിന് മുന്നിൽ ഏറ്റവും കൂടുതൽ വിലയുള്ളത്. കൃത്യമായി പറഞ്ഞാൽ കെ.സി. വേണുഗോപാൽ എന്ന കരുത്തനായ നേതാവിൻ്റെ ആസൂത്രണങ്ങൾക്ക് മുന്നിൽ വി.ഡി. സതീശൻ പൂർണ്ണമായും നിഷ്പ്രഭനായിരിക്കുകയാണ്. തൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ഡൽഹിയിലല്ല കേരളത്തിലും കൃത്യമായി ഫലിക്കുമെന്ന് വേണുഗോപാൽ തെളിയിച്ചപ്പോൾ പ്രതിരോധിക്കാൻ കഴിയാതെ നിൽക്കുകയാണ് സതീശൻ ക്യാമ്പ്. ഇനി നമുക്ക് സതീശൻ്റെ വീഴ്ചയുടെ യഥാർത്ഥ കാരണങ്ങളിലേക്ക് വരാം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തനിക്ക് വലിയൊരു വിഭാഗം എം.എൽ.എമാരുടെ പിന്തുണയുണ്ട് എന്നായിരുന്നു വി.ഡി. സതീശൻ അവസാന നിമിഷം വരെ കരുതിയിരുന്നത്. താൻ വിളിച്ചാൽ കൂടെ നിൽക്കാൻ പാർട്ടിയിൽ ആളുണ്ടെന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസം പക്ഷെ ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നടിയുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. സതീശൻ ക്യാമ്പിൽ വലിയ കൊഴിഞ്ഞുപോക്കാണ് ഇപ്പോൾ നടക്കുന്നത്. അധികാരത്തിൻ്റെ ഗതി മാറുന്നു എന്ന് കണ്ടതോടെ വിശ്വസ്തർ പോലും അദ്ദേഹത്തെ കൈവിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ 5 എം.എൽ.എമാരുടെ അടിയുറച്ച പിന്തുണയെങ്കിലും സതീശൻ ഹൈക്കമാൻഡിന് മുന്നിൽ അവകാശപ്പെട്ടിരുന്നു. ആ 5 പേരെ വച്ച് തനിക്ക് വിലപേശാമെന്നും സമവായത്തിലൂടെ മുഖ്യമന്ത്രി പദവി സ്വന്തമാക്കാമെന്നും അദ്ദേഹം കണക്ക് കൂട്ടിയിരുന്നു. എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണെന്നോ? പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയതും വിശ്വസനീയവുമായ വിവരങ്ങളനുസരിച്ച് വെറും 3 എം.എൽ.എമാർ മാത്രമാണ് ഇപ്പോൾ സതീശനൊപ്പമുള്ളത്. മുഹമ്മദ് ഷിയാസ്, എം വിൻസെൻ്റ്, കെ.പി. നൗഷാദ് അലി, ഈ 3 പേരൊഴികെ മറ്റാരും ഇപ്പോൾ സതീശന് പിന്നിലില്ല. വി.ഡി. സതീശനും കൂടി ചേർന്നാലാകെ 4 പേർ. 140 അംഗങ്ങളുള്ള നിയമസഭയിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിക്ക് വേണ്ട പിന്തുണയുടെ 7 അയലത്ത് പോലും എത്താൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല എന്നത് എത്രത്തോളം വലിയൊരു രാഷ്ട്രീയ പരാജയമാണെന്ന് ചിന്തിച്ചു നോക്കുക. തന്നോടൊപ്പം നിൽക്കുമെന്ന് ഉറപ്പിച്ചിരുന്ന പലരും നിശബ്ദരായി മറുകണ്ഠം ചാടിയത് സതീശനെ ശരിക്കും ഞെട്ടിച്ചിട്ടുണ്ട്. എം.എൽ.എമാരുടെ പിന്തുണ ഇല്ലാത്തത് മാത്രമല്ല സതീശൻ്റെ പ്രധാന പ്രശ്നം. അത് അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഒരു തിരിച്ചടി മാത്രമാണ്. കോൺഗ്രസ് ഹൈക്കമാൻഡിനും ഇപ്പോൾ വി.ഡി. സതീശനോട് വലിയ താല്പര്യമില്ല എന്നാണ് ഡൽഹിയിൽ നിന്നും ലഭിക്കുന്ന ശക്തമായ സൂചന. പാർട്ടിയെ നയിക്കാൻ പുതിയൊരു മുഖം വേണമെന്നോ അല്ലെങ്കിൽ കെ.സി. വേണുഗോപാൽ നിർദ്ദേശിക്കുന്ന മറ്റൊരാൾ വേണമെന്നൊക്കെയാണ് ഹൈക്കമാൻഡ് ചിന്തിക്കുന്നത്. പുതിയ മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ AICC നിരീക്ഷകർ ഇന്ന് കേരളത്തിലെത്തുകയാണ്. തിരുവനന്തപുരത്ത് വിമാനം ഇറങ്ങുന്ന ഈ നിരീക്ഷകർക്ക് മുന്നിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് അവകാശവാദം ഉന്നയിക്കാൻ മാത്രം എന്ത് രാഷ്ട്രീയ ബലമാണ് സതീശൻ ഇപ്പോൾ ഉള്ളത് എന്നുള്ളതാണ് ചോദ്യം. തന്നെ ഉൾപ്പെടെ വെറും 4 എം.എൽ.എമാരുടെ പിന്തുണ മാത്രം വച്ചുകൊണ്ട് ദേശീയ നേതാക്കൾക്ക് മുന്നിൽ പോയി മുഖ്യമന്ത്രി സ്ഥാനം ചോദിക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് സതീശന് തന്നെ നന്നായി അറിയാം. ആ അവകാശവാദം അവിടെ ഒട്ടും വിലപ്പോകില്ല എന്ന് മാത്രമല്ല, അത് അദ്ദേഹത്തിൻ്റെ അവശേഷിക്കുന്ന രാഷ്ട്രീയ വില കൂടി ഇല്ലാതാക്കുമെന്ന് കോൺഗ്രസിലെ പ്രമുഖ നേതാക്കൾക്കെല്ലാം ഉറപ്പാണ്. അക്കങ്ങൾ തനിക്കെതിരാണെന്ന് തിരിച്ചറിഞ്ഞ ഒരു നേതാവിനും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ചുരുക്കത്തിൽ യാഥാർത്ഥ്യം കൃത്യമായി തിരിച്ചറിഞ്ഞ വി.ഡി. സതീശൻ ഈ മുഖ്യമന്ത്രി പദവിക്കായുള്ള വടംവലിയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങുകയാണ്. എങ്ങനെയെങ്കിലും കടന്നുകൂടാമെന്ന അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം അസ്തമിച്ചു കഴിഞ്ഞു. തൻ്റെ ഏറ്റവും അടുത്ത വിശ്വസ്തരോട് അദ്ദേഹം ഇക്കാര്യം തുറന്നു പറഞ്ഞതായും തൽക്കാലം മത്സരത്തിനില്ല എന്ന് വ്യക്തമാക്കിയതായും വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. കെ.സി. വേണുഗോപാലിൻ്റെ തന്ത്രങ്ങൾക്ക് മുന്നിലും
ഒപ്പം നിന്ന MLA-മാരുടെ കൊഴിഞ്ഞുപോക്കിന് മുന്നിലും ഹൈക്കമാൻഡിൻ്റെ തണുപ്പൻ പ്രതികരണത്തിന് മുന്നിലും അടിപതറിയ VD സതീശൻ്റെ മുഖ്യമന്ത്രി മോഹം ഇവിടെ അവസാനിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കേരള രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് കോൺഗ്രസിനുള്ളിലെ വലിയൊരു മാറ്റത്തിനായിരിക്കും. AICC നിരീക്ഷകർ ആരുടെ പേരായിരിക്കും പ്രഖ്യാപിക്കുക? KC വേണുഗോപാലിൻ്റെ മനസ്സിലെ ആ മുഖ്യമന്ത്രി ആരാണ്? ആ മാറ്റത്തിൽ പ്രതിപക്ഷ നേതാവായി തിളങ്ങിയ VD സതീശൻ്റെ പുതിയ സ്ഥാനം എവിടെയായിരിക്കും എന്നത് മാത്രമാണ് ഇനി കേരളത്തിന് കണ്ടറിയേണ്ടത്. സസ്പെൻസുകൾ അവസാനിക്കുന്നില്ല. ക്ലൈമാക്സിലേക്ക് കോൺഗ്രസ് രാഷ്ട്രീയം നടന്നെടുക്കുകയാണ്.